തുടർക്കഥയാകുന്നതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്നും സുർജിത്ത്, ഇപ്പോൾ ഈ മാനുവിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ ഉയർത്തിയ പ്രശ്നങ്ങൾ, പരാതികൾ ഒക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഒക്കെ കേട്ടു. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വരും, എല്ലാം ശരിയാക്കാം എന്ന് പറയും. വേലി അതുപോലെ ഇതൊക്കെ പറയും, കിടങ്ങ് കുഴിക്കുക ഇതൊക്കെ പറയും. പക്ഷെ ഒന്നും നടപ്പാകില്ല. വെറും ഉറപ്പുകൾ കൊണ്ട് ഇത്തവണ ഞങ്ങൾ പിന്മാറില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഉറപ്പിനപ്പുറത്തേക്ക് എന്ത് നൽകാൻ കഴിഞ്ഞു വനം വകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും? എന്തായാലും ഈ മാനുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഈ കാപ്പാട് പരിസര പ്രദേശം മാറിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശം എന്ന് പറയുന്നത് നൂൽപ്പുഴ പഞ്ചായത്ത് തമിഴ്നാടിനോട് അതിരിടുന്ന പഞ്ചായത്താണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ഇതിനോട് തൊട്ടടുത്ത്, അതായത് ഒരു പുഴ, കല്ലൂർ പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തമിഴ്നാട്, ഒരു ഭാഗം ഈ കാപ്പാട് ഉൾപ്പെടുന്ന നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശം. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം. അവിടെ പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട മേഖലയാണ്. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയ ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ അതിലെ പൊരുത്തക്കേടുകളാണ് ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനറൽ കുടുംബങ്ങൾ, 13ഓളം വരുന്ന ജനറൽ കുടുംബങ്ങളെ പൂർണ്ണമായും അവിടെ നിന്ന് പുനരധിവസിച്ചു. പക്ഷേ ശേഷിക്കുന്നത് 6 ആദിവാസി പണി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നിയമപരമായ പ്രശ്നം ഈ പദ്ധതിയിലുണ്ട്. ആ പദ്ധതിയുടെ പോരായ്മയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നതും ആ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത് അവിടെ ഒരു തരത്തിലുള്ള വികസനമോ ലൈറ്റോ അല്ലെങ്കിൽ മറ്റ് കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അവിടുത്തെ കുളത്തിൽ നിന്ന് ആന കുടിക്കുന്ന കുളത്തിൽ നിന്നാണ് ഇവർ വെള്ളം പോലും കുടിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പോയപ്പോഴാണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലായത്. കാരണം അവിടുത്തെ കുഴികളിൽ നിന്നാണ് വെള്ളം അവർ കുടിക്കുന്നത്. അവിടെ വെള്ളം പോലും കുടിവെള്ള പൈപ്പ് ഇടാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രദേശമായതിനാൽ തന്നെ വനവൽക്കരണത്തിലേക്ക് മാറുന്ന സ്ഥലമാണ്. എന്നാൽ ആദിവാസി വിഭാഗത്തെ പരിഗണിക്കുന്നുമില്ല. ആ ഒരു അവസ്ഥ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആനകളുടെയും അതോടൊപ്പം തന്നെ പുലികളുടെയും കടുവകളുടെയും എല്ലാം തന്നെ നടുവിലാണ് അവിടുത്തെ മനുഷ്യരുടെ ജീവിതം എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഈ വിഷയമാണ് ഉന്നയിച്ചത്. അവിടെ ആളുകൾ ഇനിയും കഴിയുന്നുണ്ട്. ആദിവാസികൾ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട് അവിടെ. അവരെ കരുതണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ജനപ്രതിനിധികൾ, നൂൽപ്പുഴ പഞ്ചായത്ത് അധികൃതരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഉന്നയിച്ചത്. ഫെൻസിംഗ്, ട്രഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കണം, അത് അവിടെ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അത് അംഗീകരിച്ചു വനം വകുപ്പ്. അതോടൊപ്പം ജനജാഗ്രത സമിതി വേഗത്തിൽ കൂടി തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് ഒരു കൃത്യമായ രീതിയിലുള്ള പദ്ധതി അവിടെ തയ്യാറാക്കുമെന്നുള്ള ഉറപ്പ് നൽകി. മാത്രമല്ല ഈ മാനുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഉടൻ നൽകും. ഈ അവകാശി സർട്ടിഫിക്കറ്റ് നൽകുന്ന മുറയ്ക്ക് അടുത്ത 5 ലക്ഷം രൂപ കൂടി നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള വരുൺ ഡാലിയ വ്യക്തമാക്കിയത്. മാത്രമല്ല ചില ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചു, നൈറ്റ് പട്രോളിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ, അതൊക്കെ അനുഭവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട് വനം വകുപ്പ്. ഇതേ തുടർന്നാണ് മൃതദേഹം മാറ്റാനുള്ള നിലപാടെടുത്തത്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും ആ മേഖലയിൽ തന്നെ കാട്ടാനകൾ ഉണ്ട് എന്നുള്ളത്. വനമാണ്, പക്ഷേ വനത്തിനകത്ത് ആ തൊട്ടടുത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സുർജിത്ത് നിൽക്കുന്ന ഈ മേഖല ഉൾപ്പെടെ ഇപ്പോഴും കാട്ടാനകൾ അതിൻ്റെ പരിസരത്തുണ്ട് എന്നുള്ളത് നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ്. നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഉറപ്പുകൾ മാത്രമേ ഉള്ളൂ, അത് പാലിക്കപ്പെടുന്നില്ല എന്ന വിമർശനം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങൾ ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്.